അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള നൂതന മിഷണറി സഹായവും ഇവിടെ ലഭ്യമാണ്. പൂക്കോട്ടുംപാടത്ത് 24/7 പ്രവർത്തിക്കുന്ന ഏക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മിത്ര ഹോസ്പിറ്റൽ, നിലമ്പൂർ റോഡ്, പൂക്കോട്ടുംപാടം. അമരമ്പലം പഞ്ചായത്തിലെ രണ്ടിടങ്ങളിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ. വെള്ളിയാഴ്ച രാത്രി പരിയങ്ങാടിലും ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ കവളമുക്കട്ടയിലുമാണ് 2 പേർ പുലിയെ കണ്ടത്. പരിയങ്ങാട്ടിൽ പറമ്പിൽ വിനീഷിന്റെ ബൈക്കിന് കുറുകെയാണ് പുലി ചാടിയത്. രാത്രി 10:45 ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വിനീഷിന്റെ ബൈക്കിന് മുൻപിലേക്ക് പുലി ചാടുകയായിരുന്നുവെന്നും ബൈക്ക് ഉപേക്ഷിച്ച് അടുത്ത വീട്ടിലേക്ക് ഓടിക്കയറിയതിനാൽ പുലിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്നും വിനീഷ് പറഞ്ഞു. ഞാൻ ജോലി കഴിഞ്ഞ് വരികയായിരുന്നു. ഇവിടെ പരിയങ്കാട് കള്ളിശാപ്പ് എത്തുന്നതിന് മുന്നെയാണ് ഒരു റോഡ് സൈഡിൽ നിന്നാണ് ഞാൻ പുലിനെ കണ്ടത്. പിന്നെ ഒന്ന് വണ്ടീൻ്റെ ഇത് അടിച്ച് നോക്കിയപ്പോൾ കറക്റ്റ് പുലിയാണ്. ഞാൻ വണ്ടി ഇട്ടാണ്ട് അവിടെ താഴത്ത് മനോജൻ്റെ വീട് എന്ന് പറഞ്ഞ ആളുണ്ട്. അപ്പോൾ അങ്ങോട്ട് മണ്ടിയതാണ്. ഞാൻ വണ്ടി റോട്ടിൽ കിടക്കിയിരുന്നു. പിന്നെ ഇവിടെ വണ്ടിക്കാർ വന്നപ്പോൾ പിന്നെ അവരാരോ പറഞ്ഞിട്ടിട്ടാണ് ഞങ്ങൾ വന്നത്. പുലിനെ കറച്ച് കണ്ടതാണ്. ബൈക്ക് റോട്ടിൽ വീണോ? ബൈക്ക് റോട്ടിൽ കിടക്കിയിരുന്നു. വണ്ടി റോട്ടിൽ കിടക്കിയിരുന്നു. വണ്ടി റോട്ടിൽ കടന്ന് വണ്ടി റോട്ടിൽ ഇട്ടാണ്ട് മണ്ടിയതാണ് ഞാൻ ഇവിടുന്ന്. പുലിനെ ശരിക്കും കണ്ടോ? കറക്റ്റ് കണ്ടതാ. ആ നിൽക്കണ അവിടുന്ന് കറക്റ്റ് കണ്ടതാ. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ കവളമുക്കട്ട കവളക്കുന്നിൽ വീട്ടമ്മയായ ചിറക്കിൽ സരസ്വതിയാണ് പുലിയെ കണ്ടതായി പറയുന്നത്. മുളക് പറിക്കുന്നതിനായി മുറ്റത്തിറങ്ങിയപ്പോഴാണ് തൊട്ടടുത്തുള്ള ചെറിയ കാട്ടിൽ നിന്നും പുലി ചാടിയതായി പറയുന്നത്. ഇരു സ്ഥലങ്ങളിലും വനം RRT അധികൃതരെത്തി പരിശോധന നടത്തി. വനം RRTയും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല. മണ്ണ് വരണ്ട അവസ്ഥയിലായതിനാൽ പുലിയാണോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ലെന്നും എന്നാൽ കണ്ടവർ പുലി തന്നെയാണെന്നാണ് പറയുന്നതെന്നും വനപാലകർ പറയുന്നു. ജീവന് ഭീഷണിയായി മാറിയ പുലിയെ എത്രയും പെട്ടെന്ന് വനം വകുപ്പ് അധികൃതർ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പോലീസ് സാന്നിധ്യമുള്ളതിനാൽ ചക്കിക്കുഴി വനം സ്റ്റേഷൻ പരിധിയിൽ തട്ടിയേക്കലിൽ നിലവിൽ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.